ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട്, പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട്, iPhone 17 Pro. അപ്പോൾ അത് ഇന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിനകത്ത് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇതിൻ്റെ ഒരു റിവ്യൂ എൻ്റേതായ ഒരു ഭാഷയിൽ, അതായത് ബേസിക് റിവ്യൂ എന്നുള്ള രീതിയിൽ, അതും എൻ്റെതായ റിവ്യൂസിലുള്ള കുറച്ച് റിവ്യൂസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഇതാണ് നമ്മളുടെ പുതിയ ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലോസർ ലുക്ക് കാണിക്കാം. അപ്പം ഇത് പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് കണ്ടില്ലേ, അതായത് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ പണ്ട് നമുക്ക് ഫോണൊക്കെ വാങ്ങുമ്പോൾ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ചാർജർ ഒക്കെ കിട്ടുമായിരുന്നല്ലോ, അഡാപ്റ്റർ. ഇപ്പോൾ അതൊന്നുമില്ല, ജസ്റ്റ് ആ ചാർജിങ് കേബിൾ മാത്രമാണ് ഇപ്പോൾ അവർ തരുന്നത്. USB-C ടൈപ്പ് ചാർജറാണ്. ജസ്റ്റ് കണ്ടോ, ഇത് മാത്രമാണ്, ഇത് രണ്ടുമാണ് ഇതിനകത്തുള്ള ഈ ബോക്സിനകത്തുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. നമ്മളുടെ എൻ്റെ നേരത്തെ ഇരുന്ന iPhone 11 ആണ്. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില ഷേപ്പിലും മറ്റു കാര്യങ്ങളും. ഇപ്പോഴത്തെ ഈ ഒരു ക്യാമറയിലുള്ള ഒരു ചെറിയ ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി നമുക്കറിയാം iPhone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇയർലി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമെങ്കിലും ഓൾമോസ്റ്റ് ക്ലോസ് ലുക്കാണ്, എല്ലാം സെയിം തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും കാണില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ iPhone 11 ആണ്. അപ്പം iPhone 11 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 5-6 വർഷമായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ വളരെയധികം മാറ്റമാണ് നമുക്ക് ഐഫോണിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു iPhone 16 to 17 നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് നമ്മളെപ്പോലുള്ളവർ ഇപ്പം ഞാനിപ്പോൾ ബേസിക്കായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനകത്ത് മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ക്യാമറ നോക്കും നമ്മൾ, പിന്നെ ബാറ്ററി ലൈഫ്, പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ്. ഇനി ഇതിൻ്റെ ഒരു ബേസിക് റിവ്യൂ എന്ന രീതിയിൽ പറയാനാണെങ്കിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ക്യാമറ ക്വാളിറ്റി അല്ലെ ക്യാമറ കപ്പാസിറ്റി, പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പം നമുക്കറിയാം ഇപ്പം ഈ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് മെയിൻലി എല്ലാവർക്കും ക്യാമറയിലാണ് നമുക്ക് ആദ്യം ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഈ 3 ക്യാമറയും ഇപ്പോൾ 48 മെഗാ പിക്സലാണ്. നമ്മുടെ 16 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 2 മാത്രമാണ് 48 മെഗാ പിക്സൽ. ഇത് 12 മെഗാ പിക്സലായിരുന്നു, ഇപ്പോൾ ഇതും 48 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ട് ക്യാമറ ഇപ്പം 18 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ. പിന്നെ ബാറ്ററി ലൈഫ് ഓഫ് കോഴ്സ് ആ ഒരു അപ്ഗ്രേഡേഷൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇവർക്കിപ്പം ഇവർ പറയുന്നത് 28 to 30 hours വരെയൊക്കെ വീഡിയോ ഒക്കെ സ്ട്രീം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ സ്റ്റോറേജ്, അതാണ് ഒരു മെയിൻ കാര്യം. ഇപ്പോൾ ഇവർ മിനിമം ഒരു 256 സ്റ്റാർട്ട് ചെയ്യുന്നത്. 256 512 GB ദെൻ 1 TB ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ ഫോണൊക്കെ പറയാൻ 128 എൻ്റെ പഴയ ഫോൺ 128 ആണ്. അത് നമുക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ എൻ്റെ മെമ്മറി ഫുൾ ആവുമായിരുന്നു. നമ്മൾ പലപ്പോഴും ബാക്കപ്പ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 256 അത്ര ഒരു വലിയൊരു സ്റ്റോറേജ് എന്ന് പറയുന്നില്ല, എങ്കിൽ ഒരു ഡീസെന്റ് ഒരു സ്റ്റോറേജ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 512 അല്ലെങ്കിൽ 1 TB പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ ഇതിൻ്റെ ഇനി നമുക്ക് വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ ഫോൺ വാങ്ങിയെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡേഷൻ ആണ്. സ്വാഭാവികമായിട്ടും ഒരു
4-5 വർഷമായി. ഇപ്പം എൻ്റെ iPhone 11 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 ഇയേഴ്സോളം ആയിട്ടുണ്ട്. അപ്പം ഒരു അപ്ഗ്രേഡേഷൻ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഐഫോണിനെ സംബന്ധിച്ചാണ് അവർ ഇയർലി ഐഫോൺ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടിയും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ട്രാൻസിഷൻ സംഭവിച്ചൊരു 5 or 6 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ഒരു കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമാകുന്നത്. അതിപ്പോൾ എനിക്ക് ഇതിനകത്ത് വന്നു എന്ന് തോന്നി. കാരണം നമ്മൾ iPhone 11 തൊട്ട് ബാക്കി ഇപ്പോൾ 16 വരെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഷേപ്പ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്കറിയത്തില്ല, ബേസിക്കലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാടാണ് ഇത് ഏത് സീരീസ് ആണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് iPhone 17 ഒരു ചെറിയ മാറ്റം വന്നു. അപ്പം ഇത് ചിലപ്പോൾ ഒരുപക്ഷെ 18, 19 ഒക്കെ ഇതിൽ തന്നെ ഈ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും നിർത്തിക്കൊണ്ട് ചെറിയ മാറ്റങ്ങളായിരിക്കും വരുത്തുന്നത്. അപ്പം ഇപ്പം 16 പ്രോയോ അല്ലെ 16 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 17 അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം ബേസിക്കലി ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വലിയ വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ഈ ഒരു ചെറിയ 2-3 മാറ്റങ്ങൾ മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം പക്ഷേ ഒരു iPhone 11 അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം ക്യാമറ ആയിക്കോട്ടെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു അപ്ഗ്രേഡേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോഴാണ് ഞാനും ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഞാനന്ന് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഞാനൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ബേസിക്കലി ഇത് സെപ്റ്റംബർ 12 ഇത് അനൗൺസ് ചെയ്തു. അതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പോയി ബുക്ക് ചെയ്തു. പക്ഷേ അന്ന് അത് ചെന്നപ്പോൾ പറഞ്ഞത് അന്ന് രാത്രി തൊട്ടേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ 13th മോർണിംഗ് പോയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ 19th ഇന്നാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പോയി കളക്ട് ചെയ്തതാണ് സാധനം. അപ്പോൾ അത്രത്തോളം നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നോക്കുക. അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം അതായിരുന്നു, ജസ്റ്റ് അൺബോക്സിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെതായ ഒരു തോട്ട്സ് നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത്. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഇതിനകത്തായിരിക്കും എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.